ഹലോ, അപ്പോൾ തുടങ്ങിയല്ലേ? നിങ്ങൾ ആദ്യം പ്രിവ്യൂ കണ്ടിട്ട് വരൂ കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നടന്നൊരു ദിവസമായിരുന്നു. വലിയ കാര്യത്തിന് രാവിലെ എണീച്ച് പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് കറണ്ട് പോകുന്നത്. ഇപ്പോൾ കറണ്ടുണ്ട്, പക്ഷേ അത് ഓണായി കഴിഞ്ഞപ്പോൾ പോയി. അങ്ങനെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച സമയത്താണ് ചിത്രം വരയ്ക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ചിത്രം വരയ്ക്കായിരുന്നപ്പോൾ കറണ്ട് വന്നു. ഈ കറണ്ട് എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ സൈലത്തിൻ്റെ ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജൂലൈ 15-ാം തീയതി വരെ എനിക്ക് ക്ലാസ് അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്രട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടി എടുത്ത കോഴ്സായിരുന്നു. പക്ഷേ കുറച്ചും കൂടി ക്ലാസ്സസൊക്കെ എനിക്ക് റെഫർ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് വൈഫൈ വേണം, കറണ്ട് ഉണ്ടെങ്കിലേ വൈഫൈ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ടാണ് പെയിൻറ്റിങ് ചെയ്യാൻ തീരുമാനിച്ചത്. പരീക്ഷ ആയതുകൊണ്ട് കുറേ കാലത്തെ ചിത്രമൊന്നും വരച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമെന്ന്. ഞാൻ ഈ പിൻട്രസ്റ്റ് ആപ്പിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. സമയം കിട്ടുമ്പോൾ എങ്ങാനും വരയ്ക്കാലോ എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എത്രയോ കാലം മുമ്പെങ്ങാനും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചൊരു പിക്ചറാണിത്, 4 ജിറാഫിൻ്റെ. പക്ഷേ എന്ത് വരയ്ക്കണം തോന്നി, അങ്ങനെ വരച്ചത് എനിക്ക് ഇഷ്ടമായോ. കുറേ നേരം വരച്ചതുകൊണ്ട് നല്ല നടുവേന ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം കൂടെ വരച്ചതാണല്ലോ. അങ്ങനെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വെറുതെ ഓരോ കാര്യങ്ങളിങ്ങനെ ക്യാപ്ചർ ചെയ്തു. നിങ്ങൾക്ക് കൂടി കാണിക്കാമല്ലോ, എന്തായാലും വ്ലോഗ് എടുക്കുകയാണ്. സോ കുറച്ച് എസ്തെറ്റിക്കലി ക്യാപ്ചർ ചെയ്യാമല്ലോ എന്നൊക്കെ കരുതി. പിന്നെ ഭക്ഷണം കഴിച്ചു, പിന്നെ കുളിച്ചു, ഭക്ഷണം കഴിച്ചു, പിന്നെ പഠിക്കാനിരുന്നു. KS എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ ഫോർച്യൂൺ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്തപ്പം ഓൾമോസ്റ്റ് 18,000 റുപ്പീസ് ആയിരുന്നു അവരുടെ ഫീസ്. അപ്പോൾ അവരെനിക്കൊരു മെറ്റീരിയൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഉള്ളൊരു മെറ്റീരിയൽ. അത് സോൾവ് ആയിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കുറച്ച് നേരം അത് റെഫർ ചെയ്തു. അതിനുശേഷം ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് പൊളിറ്റി ടോപ്പിക്സ് ഉണ്ടായിരുന്നു, പ്രസിഡൻറ്റ് അങ്ങനത്തെയൊക്കെ. അതൊക്കെ വൊക്കാബ്സ്പീഡിയ, അതുപോലെ പ്രയാണം ഇന്നലകളിലൂടെ എന്നൊക്കെ പറയുന്ന കുറച്ച് ടെലിഗ്രാം അക്കൗണ്ട്സ് ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള PDFs ഒക്കെ ആയിരിക്കും അതിൽ അവൈലബിൾ. പ്രയാണം ഇന്നലകളിലൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് അവൈലബിൾ ആവും. പറ്റുകയാണെങ്കിൽ നിങ്ങളത് നോക്കി നോക്കൂ കേട്ടോ. അതുപോലെ തന്നെയാണ് വൊക്കാബ്സ്പീഡിയ, നല്ല ക്വാളിറ്റിയുള്ള PDF ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കുറേ നേരം പഠിച്ച് ബോറടിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പൂച്ചക്കുട്ടീനെ കണ്ടു. നമ്മൾ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. നമ്മൾ വളർത്തുന്നൊന്നുമല്ല, പക്ഷേ എപ്പോഴും വരാറുണ്ട്. 4 കുട്ടികളുണ്ട് ഇപ്പോൾ. അപ്പം അമ്മ ഫുഡൊക്കെ കൊടുക്കും. എനിക്ക് പേടിയാനെക്കൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് പോകാറില്ല. പണ്ട് മുതൽ ഈ നോവൽ വായിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്യാവശ്യം ഒരു ഹോം ലൈബ്രറി പോലെ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ വിചാരിച്ചു എന്താണെന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. സോ അതാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല നല്ല ബുക്സ് ഉണ്ടാവും. കുറേ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കും. പിന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അച്ഛൻ പോക്കറ്റ് മണി തരുമ്പോൾ ഇങ്ങനെ ഒന്നിനും ചിലവാക്കാതെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ബുക്ക് സ്റ്റോളിൽ പോയി വാങ്ങിക്കുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഈ ഒരു സമയവും പണ്ടത്തെ ഒരു സമയം കൂടി കമ്പയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു നൊസ്റ്റുമാണ്. ഇന്നൊക്കെ ബുക്സ് കുറച്ചും കൂടി ഈസിലി അക്സസിബിളാണ്. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. അപ്പോൾ ആതിര ബുക്ക് സ്റ്റോളും അങ്ങനെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോൾസ് കിട്ടുന്ന ഷോപ്പിലൊക്കെ പോയിട്ട് അവരുടെ അടുത്ത് പറയും ഇങ്ങനത്തെ ബുക്സ് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരുമോ, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്ന് കോൺടാക്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാലത്തേക്ക് എന്നെ കൊണ്ടുപോയി എൻ്റെ ഓർമ്മകൾ. ഞാനൊരു ടെറാക്കോട്ട ആർട്ടിസ്റ്റും കൂടിയാണ്. കളിമണ്ണിൽ എനിക്ക് ഒരുപാട് ക്രാഫ്റ്റ്സൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്തും അല്ലാതെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് ക്രാഫ്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻ ദ അപ്കമിങ് വീഡിയോ ഞാനത് കാണിക്കാം. പിന്നെ കുറച്ച് സൈലത്തിൻ്റെ ക്ലാസ് റെഫർ ചെയ്തു. ഞാൻ എക്കണോമിക്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. സാറ് നോട്ട്സ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഈ ഒരു എക്സ്പ്ലനേഷൻ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡീഷണൽ ഇൻഫർമേഷൻസ് കിട്ടാൻ ഞാൻ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം മോണിറ്ററി പോളിസി UPSC എന്ന് അടിച്ചു കൊടുക്കും, ടൈപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സൈറ്റ്സ് കിട്ടും. അതിൽ നിന്ന് ഇൻഫർമേഷൻസ്